Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Okay, Good okay, afternoon, sir. okay, okay, Bindu. Good afternoon, sir. Okay, Good Aditya. afternoon, sir. Okay, good afternoon, Siji. Akhila. Yes, let us start. Look at it. Yes, who is doing prayer? Okay, Shijina. Okay, Jofi. Adira Vipin. Good afternoon. Prayer ആരാണ്? Yes. Okay. Sreshma. Yes. Then ആരാണ് നിഷ? പ്രയർ ആരും എടുത്തില്ലേ? ആരുല്ലേ? ഞാൻ പാടണോ? Prayer ഞാൻ പറയട്ടെ. ഓക്കെ ഓക്കെ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഞാൻ പറയാം. പറയട്ടെ, കേൾക്കുന്നില്ലേ? ഓക്കെ 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 കണ്ടിന്യൂ. Okay. Dear God, you have blessed me in so many ways, and I am truly grateful. I know your plans are greater than my understanding. So I ask you to guide me and strengthen my faith. Lord, I place my faith and my family, my work, my dreams, and my future into your hands. I trust you completely. May you lead my way. I love you and I will honor you by sharing this prayer. If you love God and are not ashamed of him, pass this prayer to someone you care about and see what he will do in your life. Don't forget. Amen. ഓക്കെ ഓക്കെ രഘുതി. ഓക്കെ 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 റെഡി ആയിട്ടിരിക്കുന്നു അല്ലേ? യെസ്. ഇനി തോട്ട് ഓഫ് ദി ഡേ. തോട്ട് ഓഫ് ദി ഡേ ഞാനാണ് സർ. നസീമ. Never stop studying because study or gives such an investment life will keep giving returns. APJ Abdul Kalam. Okay. Thank you, sir. Signing on. സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ യെസ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓക്കെ സിജി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആർട്ടിക്കിളിനെ കുറിച്ചായിരുന്നു. ഡെഫിനിറ്റ് ആർട്ടിക്കിള്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. ഇനി അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ബാലൻസ് നിൽപ്പുണ്ട്. അതിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. കോൺകോഡ്, CONCORD. അതെന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. യെസ്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് മീൻ ബൈ കോൺകോഡ്. അപ്പൊ അവിടെ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് വെക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് സെന്റൻസുകൾ പറയാം, നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സെന്റൻസ് 1 എഴുതിയോ? രാമൻ is going to forest. അടുത്ത വാചകം, രാമൻ ആൻഡ് സീത are going to forest. Okay. അത് മതി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. രാമൻ ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. അതിനോടൊപ്പം തന്നെ അടുത്ത വാചകം, രാമൻ ആൻഡ് സീത ആർ ഗോയിങ് ടു ഫോറസ്റ്റ്. രാമനും സീതയും എങ്ങോട്ട് പോവുകയാണ്? വനത്തിലേക്ക് പോവുകയാണ്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സെന്റൻസുകൾ നമ്മൾ കാണിക്കും.
ആ രണ്ട് സെന്റൻസുകളിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഏറ്റവും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. അതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് അതിനോട് മറക്കാം. സബ്ജക്റ്റും വെർബും മാത്രം നമുക്ക് പരിഗണിക്കാം. ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെയോ കുറിക്കുന്ന പദത്തിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയും. ആദ്യത്തെ നോക്കിയേ, രാമൻ ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. അപ്പൊ രാമൻ എന്ന് പറയുമ്പോൾ അതൊരു പേരാണ്, അല്ലേ? രാമൻ. അപ്പൊ നമുക്ക് പറയാം രാമൻ എന്നുള്ളത് നൗണാണ്. ഈസ് എന്നുള്ളത് വെർബാണ്, ദാറ്റ് ഈസ് വെർബ്. അപ്പൊ നൗൺ ഉണ്ട്, അതിനകത്തൊരു വെർബ് ഉണ്ട്. രണ്ടാമത്തെ വാചകം നോക്കി, രാമൻ ആൻഡ് സീത. അപ്പൊ ഇതിനകത്ത് രണ്ട് പേരുണ്ട്, രാമനുണ്ട്. യെസ്, പേജ് നമ്പർ ഉണ്ടോ? പേജ് നമ്പർ ആരെങ്കിലും ഇട്ട് കൊടുത്ത, ഇതിന്റെ അകത്ത് എന്റെ പേജ് നമ്പർ ഇല്ലാത്ത കോപ്പി. യെസ്, നമ്പർ ആരെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. യെസ്, യെസ്. അപ്പൊ നമ്മൾ പറയുന്നത് രാമൻ ആൻഡ് സീത രണ്ടുപേരുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആർന്ന് ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ട് സബ്ജക്റ്റില്, അപ്പുറത്ത് ഒരാളുണ്ട്. യെസ്. അപ്പൊ നമുക്ക് സരിത, സരിത അനു. യെസ്. നസീമ. Yes, sir. ഓക്കെ, വെരി ഗുഡ് നസീമ. അപ്പൊ നമ്മളിവിടെ ഈ രണ്ടാമത്തെ വാചകത്തില് രാമൻ ആൻഡ് സീത കഴിഞ്ഞിട്ട് ഈസ് എന്ന് ഉപയോഗിക്കാണ്ട് ആറെന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? രണ്ടുപേരുള്ളതുകൊണ്ടല്ലേ? ആണ് അല്ലെ? പ്ലൂറൽ ആണ് സബ്ജക്ട് അല്ലെ? ഓക്കെ. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ആദ്യത്തെ വാചകത്തിൽ നമ്മൾ ഈസ് ഉപയോഗിച്ചു, രണ്ടാമത്തെ വാചകത്തിൽ നമ്മൾ ആറ് ഉപയോഗിച്ചു. അപ്പൊ ഏത് വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്, ഏത് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ്. ഒന്നുകൂടി നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒരു സെന്റൻസിൽ വരുന്ന സബ്ജക്റ്റും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വെർബ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകോർഡ് എന്ന് പറയുന്നത്. കോൺകോർഡ്. So what is mean by concord? Concord means there is a relationship between the subject used and the verb used. ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിച്ചിരിക്കുന്ന വെർബും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകോർഡ് എന്ന് പറയുന്നത്. ആദ്യത്തേല് രാമനെ ഉണ്ടായുള്ളൂ, ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മള് എന്താണ് കോൺകോർഡ്, CONCORD. CONCORD. ഓക്കെ. രണ്ടാമത്തേല് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ ഈസ് ഉണ്ട്, രാമനുണ്ട്, സീതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു? ആറ് ഉപയോഗിച്ചു. ദൂരല്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടി ചുരുക്കി പറയുന്നു, ഉപയോഗിക്കുന്ന വെർബും ഉപയോഗിക്കുന്ന സബ്ജക്റ്റും തമ്മിൽ there is a relationship. That relationship is called concord. അതിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ഒരു സെന്റൻസ് പറയാം. എഴുതിക്കോ. He dash here HERE. Sir, he dash Here HERE. He dash here daily, 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 full stop. എന്നിട്ട് ബ്രാക്കറ്റില് കം എന്ന് എഴുതുക, കോമ കം, കോമ comes, COMES, comes. I will repeat the sentence. He dash here daily. ബ്രാക്കറ്റില് കം ഉണ്ട്, കംസ് ഉണ്ട്. അഖില ജിയർ, അഖില
Aguila? Yes, sir. Kekavo? Okay, okay, very good, very good. Okay, Aguila, how are you? I'm fine. Thank you, sir. Very good, very good, very good, very good. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തേ. ഏത് വരും ഇവിടെ? He comes here daily. Comes here എന്ന് വരും അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ comes വരാൻ കാരണം? he ആയതുകൊണ്ട്. He ആയതുകൊണ്ട്, സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ comes എന്ന് വന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അടുത്ത വാചകത്തിലേക്ക്. They dash here, HERE, here daily, DAILY. They dash here daily. They dash here daily. Okay. ഇനി ബ്രാക്കറ്റില് കം എന്ന് എഴുതിക്കോളൂ, കോമ കംസ്. കം ഉണ്ട്, കംസ് ഉണ്ട്. ഓക്കെ, എഴുതിയല്ലോ. യെസ്, വനജ. വനജ? Yes, sir. ഓക്കെ, വെരി ഗുഡ്. വനജ, ഇതൊന്ന് ഫില്ല് ചെയ്തേ. കം വരുമോ, കംസ് വരുമോ? They come here daily. കമ്മാണ് വരുന്നത്. സിജി എന്ത് തോന്നുന്നു? Come. കം വരും അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സിജി, ഓക്കെ, ഷിജി, രണ്ടുപേർക്കും കറക്റ്റ്. 3 പേരും പറഞ്ഞത് കറക്റ്റ് ആണ്. അവിടെ കംന്ന് വരുള്ളൂ. എന്തുകൊണ്ടാണ് കംന്ന് വരാൻ കാരണം? കംന്ന് വരാൻ കാരണം അവിടെ പ്ലൂരലാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലൂറൽ അവർ എന്ന് പറഞ്ഞപ്പോ സബ്ജക്ട് പ്ലൂറലാണ്, അതുകൊണ്ടാണ് അതിന്റെ കൂടെ എസ് വരാതിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സബ്ജക്റ്റ് ഉപയോഗിക്കുന്നതും വെർബ് ഉപയോഗിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഷാഹിദ. ഷാഹിദ? Yes, sir. ഓക്കെ, അടുത്തതിന് ഉത്തരം ഷാഹിദയാണ് പറയേണ്ടത്. എഴുതിക്കും. ബ്രെഡ്, BREAD, ബ്രെഡ് ആൻഡ് ബട്ടർ. Bread and butter dash good for, GOOD, good for breakfast. Dash good for breakfast. Okay, I will repeat. Bread and butter dash good for breakfast. In bracket is ഉണ്ട്. Sir, the good എന്താ പറഞ്ഞേ? ബ്രേക്ക്ഫാസ്റ്റ്. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ഉണ്ട്, ആറുണ്ട്. ഓക്കെ, ഞാൻ ഇനി പറയാം, ഒന്നുകൂടി പറയാം. നോക്കിയ, ബ്രെഡ് ആൻഡ് ബട്ടർ dash for dash good for breakfast. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. ഓക്കെ, ഷാഹിദ ഫിൽ ചെയ്തോളൂ. Bread and butter are good ഗുഡ് അല്ലേ? ഓക്കെ, 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 ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. സംഗീത, രഞ്ജിത, ഓക്കെ, കണ്ടു? കേൾക്കുന്നുണ്ടോ സർ? ഈസ് വേണോ, ആറുണ്ട്? അവിടെ ഈസ് വേണം സർ. ഈസ് വരും. ഒരാളോട് ചോദിക്കട്ടെ. ഓക്കെ, സംഗീത, എന്തൊരു കുഴപ്പമാണ് ഇട്ടിട്ടാ, അത് ഭയങ്കര വരുന്നു. ആര്യ വിനു, ആര്യ ഈസ് വരും, ആറ് വരും. 6 വരും. എന്തുകൊണ്ട് ആര്യ 6 പറയാൻ കാരണം? ഈസ് എന്നാണ് സംഗീത പറഞ്ഞത്. ആര്യ 6 പറയാൻ കാരണം ബ്രെഡിന്റെ കൂടെ ബട്ടറും രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നുണ്ട്. ബ്രെഡിന്റെ കൂടാണ് ബട്ടർ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. 6 വരും അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന സബ്ജക്ട് സംശയതാണ് ആര്യ, ഈ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? രാമൻ ആൻഡ് സീത,
എന്നൊക്കെ പറഞ്ഞ പോലെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ആര്യയുടെ ഒരു നോട്ടത്തിൽ സിംഗുലർ ആണ്. സിംഗുലർ ആണ്. അപ്പൊ ഈസ് അല്ലേ വരണ്ടേ സിംഗുലർ ആവുമ്പോ? പക്ഷെ ആര്യ പറഞ്ഞ ആറുന്നല്ലേ? അതെ. കാര്യം ആര്യ പറയുന്നില്ല. ഇല്ല ഇല്ല. ആറിൽ ഉറപ്പിച്ചു. ആറിൽ ഉറപ്പിച്ചു. അതെ. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ശരി 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 ശരി. അപ്പൊ കുറച്ചും പേർക്ക് ഇത് മനസ്സിലായി കാണും. എന്നാലും ഞാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയണം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു രാമ ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. അപ്പൊ രാമന് ഒരാളുണ്ടായിരുന്നു. രാമ ആൻഡ് സീത എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരായി. അപ്പൊ അവിടെ ഈസ് വന്നില്ല, നേരെ മറിച്ച് ഓക്കെ 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 അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ ഷമീമ, അവിടെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ ഉപയോഗിച്ചത് ആറ് ഉപയോഗിച്ചു, രണ്ടുപേരും. അപ്പൊ അതുപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പൊ സാഹിദ വളരെ നല്ല മനസ്സുള്ള ഒരാളായതുകൊണ്ട്, മനസ്സിൽ ദുഷ്ചിന്തകളൊന്നും ഇല്ലാത്തത് കൊണ്ടും സാഹിദ പറഞ്ഞു അവിടെ എന്ത് മതി? ആറ് മതി എന്ന് പറഞ്ഞു. കാരണം നേരായ വഴിക്കാണ് ചിന്തിച്ചത്. പക്ഷേ നമുക്കറിയാലോ ഇത് മലയാളീസിന്റെ ഭക്ഷണമല്ല അല്ലെ? സായിപ്പ് ബ്രെഡ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ എന്തുകൂടി ഉണ്ടാവും? ബട്ടർ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് തോന്നുമെങ്കിലും അത് സിംഗുലർ ആയിട്ടേ പരിഗണിക്കാവൂ. കാണുമ്പോ അങ്ങനെ നമുക്ക് തോന്നും രണ്ടെണ്ണം ഉണ്ടല്ലോ, ബ്രെഡ് ഉണ്ട് പിന്നെ ബട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പഴഞ്ചൊല്ല്, വേർ ദർ ഈസ് എ ബ്രെഡ് ദർ ഈസ് ബട്ടർ. എവിടെ ബ്രെഡ് ഉണ്ടോ അവിടെ ബട്ടർ ഉണ്ട് സായിപ്പിന്റെ മേശപ്പുറത്ത്. അപ്പൊ അത് രണ്ടും കൂടി ഒരുമിച്ചാണ് പുള്ളി കഴിക്കുന്നത്. നമ്മളൊരു പക്ഷേ ബ്രെഡ് എടുത്തിട്ട് ആ ചിക്കന്റെ ചാറിൽ മുക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ മീനിന്റെ ഗ്രേവിയില്, അതുമല്ലാന്നുണ്ടെങ്കിൽ കടലക്കറിയില്, അതൊക്കെ നമ്മൾ കഴിക്കുന്നത്. സായിപ്പ് കഴിക്കുമ്പോൾ ബ്രെഡ്, ദർ ഈസ് എ ബ്രെഡ് ദർ ഈസ് ബട്ടർ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും സിംഗുലർ ആയിട്ടേ പരിഗണിക്കാവൂ. രണ്ടും സിംഗുലർ ആണ്, രണ്ടും ഒന്നാണ്, രണ്ടായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ സംഗീത പറഞ്ഞതുപോലെ ഈസ് ആണ്. ഈസ്. ഓക്കെ സർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറയൂ. അപ്പോ ഈ എന്താ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ റോസ് ആൻഡ് ജാസ്മിൻ എന്ന് പറയുമ്പോഴും അങ്ങനെ പ്ലൂറൽ ആവില്ല? അല്ല, അത് ഞാൻ അതിന്റെ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് പറയാം. ഓക്കെ യെസ്. നെക്സ്റ്റ്, ബ്രാൻഡി ആൻഡ് സോഡ. BRANDY, ബ്രാൻഡി ആൻഡ് സോഡ. Dash on the table. Dash on the table. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ഉണ്ട്, ആറുണ്ട്. യെസ്. സഫീദ. പൂരിപ്പിച്ചോ. Are brandy and soda are on the table? ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് സഫീദ ആറ് വെക്കാൻ കാരണം? രണ്ടായിട്ടോളൂ എന്റെ പേരിൽ അല്ലേ? അല്ലേ? അതെ. സുറുമി സമ്മതിക്കില്ല. സുറുമി ഈസിലോട്ട് വന്നു. അപ്പൊ നമുക്കൊരു രണ്ടഭിപ്രായം വന്നുകൊണ്ട് ഓക്കെ സഫീദ മ്യൂട്ട് ചെയ്തോളൂ. ഒരാളോട് നിഷ. അപ്പൊ നമ്മുടെ സഫീദ സമ്മതിക്കും. സഫീദ പറഞ്ഞ രണ്ടായിട്ടുണ്ട്, ബ്രാൻഡിയും ഉണ്ട്, സോഡയുണ്ട്. ഇപ്പൊ പ്ലൂറലാണ്, ആറ് വേണമെന്നോട് പറയുന്നത്. രഞ്ജിത് ഈസിലാണ് നിൽക്കുന്നത്. സഫീദ കാര്യം പറയട്ടോ. ഓക്കെ വെരി ഗുഡ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഈസ് ആണ്. നമ്മൾ വിചാരിക്കും ബ്രാൻഡി ഉണ്ട്, സോഡയുണ്ട്. നേരത്തെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള മദ്യപാനികൾ മദ്യപിക്കുമ്പോൾ അവര് പച്ചവെള്ളം ഒഴിക്കും, ഇതെല്ലാം ഒഴിക്കും. പക്ഷെ സായിപ്പ് ഇഫ് ഹി ഈസ് യൂസിങ് ബ്രാൻഡി ദർ ഈസ് ഓൾവേസ് സോഡ അല്ലേ? അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട സംഗതികളാണ്. അപ്പൊ ഈ ദർ ഈസ് എ ബ്രാൻഡി ദർ ഈസ് എ സോഡ. അപ്പൊ അവിടെ രണ്ടും രണ്ട് ഐറ്റം ആയിട്ട് തോന്നേണ്ട സിംഗുലർ ഐറ്റം, ദാറ്റ് ഈസ് ഈസ്. അപ്പൊ ഇതിന്റെ ചോദ്യം പരീക്ഷയ്ക്ക് വന്ന സമയത്ത് ബ്രാൻഡി ആൻഡ് സോഡ ഡാഷ് ഓൺ ദ ടേബിൾ അല്ലെങ്കിൽ അതുപോലെ സെന്റൻസ് വരും. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ടാവും, ആർ ഉണ്ടാവും,
പിന്നെ ചിലപ്പോൾ വാസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. യെസ്, നിങ്ങൾ അതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് വെച്ച് പൂരിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സോണ. സോണ, യെസ് സർ. ഓക്കെ സോണ, സോണയ്ക്കാണ് ചോദ്യം കേട്ടോ. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി, SLOW, സ്ലോ ആൻഡ് സ്റ്റഡി, STEADY. Slow and steady dash the race, RAC. Slow and steady dash the race. ഇത് നിങ്ങൾ ഒരു പഴഞ്ചൊല്ലാണ് കേട്ട് കാണുന്നത്. Slow and steady dash the race. ബ്രാക്കറ്റില് WIN win, comma WIN win, comma WINS wins. WINS wins. Okay, Rajida. Okay, yes. സോണ പറഞ്ഞോളൂ. സോണ, വിൻ വരുമോ വിൻസ് വരും? ഇതൊരു കൺഫ്യൂഷൻ ആണെങ്കിലും വിൻസ് തോന്നുന്നു. അതൊരു ഇഡിയം അല്ലേ, സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ്. പയ്യത്തുനിന്ന് പനയത്തിനാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന അതിനോട് ഭാഷ ഇഡിയമാണ്. ശരി, പറഞ്ഞോളൂ. വിൻ വേണോ വിൻസ് വേണോ? വിൻസ് എടുക്കാം, നമുക്ക് വിൻസ് എടുക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. വിൻസിൽ നിൽക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യക്ക് എന്താണ്? സുറമി, ഓക്കെ. സൂര്യ, രാജു. സാർ എനിക്ക് തോന്നുന്നു വിൻ ആ തോന്നുന്നു. വിന്നാണ് തോന്നുന്നു. അപ്പൊ അത് രണ്ട് ഐറ്റമായിട്ട് വരുന്നത് അല്ലെ സൂര്യ? ഒന്ന് സ്ലോ ആൻഡ് സ്റ്റഡി അല്ലേ? അപ്പൊ വിൻ മതി. റൈറ്റ്, അതല്ലേ ചിന്തിച്ചേ? എന്തോ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് രണ്ട് ഐറ്റം പ്ലൂറൽ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? ഡാഷ് അല്ല, വിൻ വിൻ ഞാൻ വിൻ ആണോ വിൻസ് ആണോ? വിൻ വിൻ വിൻ, യെസ്. അപ്പോ ഒരാൾ സോണ വിൻസിൽ നിൽക്കുന്നു, സൂര്യ വിന്നിൽ നിൽക്കുന്നു, ആൻഡോ പോൾ വിന്നിൽ നിൽക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടഭിപ്രായം വന്നു ഒരാളെ കൊണ്ട് വിളിക്കാം. ഷമീമ. ഷമീമിന്റെ അഭിപ്രായം കിട്ടിയിട്ട് വേണം ആർക്കാണ് ഭൂരിപക്ഷം എന്ന് അറിയാൻ. യെസ്, പറഞ്ഞോളൂ. വിൻ വരൂ വിൻസ് വരും? വിൻസ് അല്ലേ സർ? അങ്ങോട്ട് ചോദിച്ചപ്പോ ഇങ്ങോട്ട് ചോദിക്കാനല്ല. വെരി ഗുഡ്. ഓക്കെ ഷമീമ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ, അവിടെ വിൻസ് ആണ് കറക്റ്റ്. വിൻസ്. എന്തുകൊണ്ടാണ് വിൻസ് എന്ന് പറയാൻ കാരണം, സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് സിംഗുലർ ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി. യെസ്, നമ്മൾ നേരത്തെ ഹി കംസ് ഹിയർ എന്ന് പറഞ്ഞില്ലേ? ഹി ആയതുകൊണ്ട് നമ്മുടെ എസ് ചേർത്തില്ലേ? ഹി കംസ് ഹിയർ ഡെയിലി ഒരു സെന്റൻസ് നമ്മൾ എഴുതിയില്ലേ? അതുപോലെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുക. അവിടെ വിൻ അല്ല, വിൻസ് ആണ് വരുന്നത്. WINS, വിൻസ്. ഓക്കെ ഓക്കെ. ഇനി അബീഷ. അബീഷ അമ്മു. അബീഷ. യെസ്, ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ച അബീഷന് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോകാൻ പോയിരുന്നു. അപ്പൊ അബീഷ വന്നു. വെരി ഗുഡ് അബീഷ. അബീഷ, അടുത്ത ചോദ്യത്തിന് ഉത്തരം ഞാൻ അബീഷക്ക് തരാം. ഓക്കെ, എനിക്കുള്ളൂ. അടുത്ത സെൻറ്റൻസ്. യെസ്. A black and white, WHAT, white photo dash fixed, FIXED, fixed on the wall, WALL. A black and white photo dash fixed on the wall. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ. ആറാണോ? ആറാണ്. ആറാണോ? ആറാണ് എന്ന് പറഞ്ഞു അല്ലേ? അതെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോ രണ്ട്
രണ്ടെണ്ണം ഉണ്ട്. വെരി ഗുഡ്, വെരി രണ്ടെണ്ണം ഗുഡ്. രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലൂരലായി 6 ആയി. ഓക്കെ, അവിടെ പിന്നെ സുൽമി, അനുവിത, ഷിജിന. ഷിജിന്റെ അഭിപ്രായം പറയും. സഫീദ, ബിനുകുമാർ, ഷിജിനാസ് വി കെ. ഹലോ ഇത് വേണം. ആൻഡ് അപ്പോൾ കണ്ടു. 6 വേണോ? ഈസ് വേണോ? 6 വേണം. ഓ, അപ്പൊ തന്നെ ഭൂരിപക്ഷമായി. എന്നാലും ഞാൻ വെറുതെങ്കിലും ബിനുകുമാറിനോട് ചോദിക്കണം. ബിനുകുമാർ പറഞ്ഞോളൂ. ബിനുകുമാർ എന്ത് വേണം? 6 വേണോ? ഈസാണ് സാർ വേണ്ടത്. ഈസാണ് വേണ്ടത് അല്ലേ? ഓക്കെ ഓക്കെ. ബിനുകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ്. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിനകത്ത് ക്ലൂ കിടക്കുന്നത് ബിനു കണ്ടു. യെസ്. രണ്ടുപേരും അപ്പുറത്ത് 6 പറഞ്ഞെങ്കിലും ബിനുകുമാർ പറഞ്ഞ പവർ, പറഞ്ഞ ധൈര്യം, ഈസ് ആണ് വേണ്ടത്. ആ ഉറപ്പിൽ ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. ബിഷ ഷിജിൻ അവിടെ ഈസ് ആണ്. നോക്കിയേ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയിൽ തന്നെ വരുന്ന 2 ഭാഗങ്ങൾ. അപ്പൊ ഒറ്റ ഞാൻ പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം. പഴയ ബ്ലാക്ക് പറയും. പെട്ടെന്ന് എ ബ്ലാങ്ക് ആയി പോയി, അത് ശ്രദ്ധിച്ചില്ല, അതാണ് മെയിൻ. യെസ്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അപ്പൊ എന്താണ്, ഇനി അഭീഷണം മറക്കൂല. അഭീഷണം മനസ്സിലത് തറവായി. ഇത് പണ്ടെനിക്ക് മറക്കില്ല. ഇത് എനിക്ക് പണ്ടൊരു അബദ്ധം പറ്റിയതാണ്. ഇനി അബദ്ധത്തിൽ കൂടെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി. അപ്പൊ ഇത് ഞാനിവിടെ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇത് നമ്മളൊരു രസകരമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അഭീഷിനോടോ, ഷിജിനോടോ, ഷമീമിനോടോ, സൂര്യയോടൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കണം ഞാൻ ഇന്ന പക്ഷത്താണ്. അത് വിചാരിക്കണം കേട്ടോ. ഓരോരുത്തര് ഞാൻ ഇന്നതാണ്. കാരണം എനിക്ക് എല്ലാവരോടും ചോദിച്ചാൽ എത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ 2-3 പേരിൽ ഒതുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് വരാം. സഫീദിനോട് നേരത്തെ ചോദിച്ചാണ്. ഹൈഫ, ആർ യു റെഡി? ഓ, അടുത്ത ചാൻസിന് ഹൈഫ കയറാണ്. എഴുതിക്കോ. ബ്ലാക്ക് ആൻഡ് കേട്ടില്ല സാർ, ഒന്നുകൂടി പറയൂ. എ ബ്ലാക്ക് ഞാൻ വിളിക്കാം ഹൈഫ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എഴുതിക്കോ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ്, WHAT, എ വൈറ്റ് ഫോട്ടോ, PHOTO, ഫോട്ടോ ഡാഷ് പിക്സെറ്റ് on the wall, WAW. നേരത്തെ അതേ വാചകം തന്നെ. on the wall. ബിനു ബ്രാക്കറ്റില്, അമൃത ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, 6 ഉണ്ട്. ഈസ് ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, രഞ്ജിത ആൻഡ് 6 അല്ലേ സാർ? 6 ആണ് അവിടെ അല്ലേ? അപ്പോ 6 നിന്നു. ആൻഡ് അപ്പോളോട് എഴുതി കാണിച്ചു. 6 എഴുതി കാണിച്ചു. ആൻഡ് അപ്പോളിന്റെ ശരിയായ പേരെന്താണ്? ജിനു അല്ലേ? ഹസ്ബൻഡിന്റെ ഫോൺ ഉപയോഗിക്കുന്നേ സാർ, അതുകൊണ്ടാ. ഹസ്ബൻഡിന്റെ ഫോൺ ഉപയോഗിക്കുന്നേ, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പൊ ജിനു പറയുന്നു അത് 6 ആണ്. അപ്പൊ 2 പേര് 6 ആയി. ഇനി നമുക്ക് നിസ ഷിഹാബ്. ഓക്കെ രേഖ? ഓക്കെ സാർ. എന്ത് പറയും? ഈസാണ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത അഭിപ്രായം വരട്ടെ. ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുക. ഈ അവസരത്തിലോട്ട് വരും. നോക്കിയേ, ഇവിടെ വരുന്നത് 6 ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ് അല്ല, ജോഫി 6 ആണ്. എന്തുകൊണ്ടാണ് നോക്കിയേ, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് അല്ല. അപ്പൊ 2 എണ്ണമായി. ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസിൽ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രണ്ടാമത്തെ വൈറ്റിന്റെ കൂടെ ഏതുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ കണ്ണടച്ച് പിടിവെക്കരുത്, നോക്കണം. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാണ്. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറയുമ്പോൾ 2 2 ആണ്. അപ്പൊ അവിടെ എന്താണ്? ഈസ് വരില്ല, 6 വരുള്ളൂ.
ആ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആണ്. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടെണ്ണമാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ 6 വരിക. സംശയം വരുമ്പോൾ ചോദിച്ചാൽ കൊടുക്കാം. യെസ്, 6. ഓക്കെ, മിന്നു നാരായണൻ. മിന്നു നാരായണൻ. മിന്നുവില്ല. മിന്നു മിന്നു ഓക്കെ ഓക്കെ ഓക്കെ, പുറത്താണ്. യെസ്, അരുന്ധതി. Sir. ഓക്കെ, അടുത്ത ചോദ്യം അരുന്ധതിയോടാണ്. Okay, sir. The secretary, 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 and treasurer, TREASURER. The secretary and treasurer of the committee, COMMITTEE, committee dash present here, PRESENT, present here. Present here. I will say once more. Sir, present Here, HER. I will say once more. Okay, so we have the secretary and treasurer of the committee dash present here. Bracket is in the comma R and ആറാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്നാണ്. സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, രണ്ടുപേരുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. രണ്ടിനാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഓ, രാജു സമ്മതിക്കുന്നുണ്ട്. രാജു പറയുന്നത് ഈസാണ്. അപ്പൊ നമുക്ക് ഒരാളോട് അഭിപ്രായം ചോദിക്കാം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരാളാണ് സൗമ്യ. സൗമ്യ പറയൂ. സൗമ്യയുടെ അഭിപ്രായം എന്താണ്? ഈസാണ് ആറാണ്? സർ വരുന്നത് ഈസ അല്ലേന്ന് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കുന്ന പോലെ പോയി. സൗമ്യ ഉറപ്പിക്കുക. ഹലോ സാർ, പറയൂ ശ്രീജിത. 6 വരുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ, ഷിജിനയുടെ അഭിപ്രായത്തോടെ നിൽക്കട്ടെ, അരുന്ധതിയുടെ അഭിപ്രായം നിൽക്കട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ ഉത്തരത്തിലോട്ട് വരാം. ഒരെണ്ണം മനസ്സിൽ നിങ്ങൾ കണ്ടു വെച്ചു. അപ്പൊ സൗമ്യ എന്ത് പറയുന്നു? ഈസ് പറയുന്നു, 6 പറയുന്നു. 6 ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എതിരഭിപ്രായങ്ങൾ വന്നുകൊണ്ട് നമുക്ക് ഒരാളെ കൂടി ചോദിക്കാം. പിന്നെ ആരോട് ചോദിക്കാം? അനുവിധ. 6 ഹൈറനീസ. ഓക്കെ, അനുവിനീത. ഈസ. എല്ലാവരും ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ഈസ ആണെന്ന് പറയുന്നില്ല. ഈസ അല്ലേ ചോദിക്കുന്നത്? ഈസ ആണെന്ന് പറയാം, അല്ലെങ്കിൽ 6 ആണെന്ന് പറയാം. ഒരു സ്ഥലത്ത് ഉറപ്പിക്കാൻ വിധം എവിടെ വേണം? ഈസ് വേണോ 6 വേണോ? സെക്രട്ടറിയും ട്രഷററും 2 വ്യക്തികളല്ലേ സാർ? അപ്പൊ ശരിയാണ്, സമ്മതിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരും. ഇവിടെ വരുന്നത് ഈസാണ്. നമുക്ക് പെട്ടെന്ന് തോന്നും 2 ആളാണെന്ന്. പക്ഷെ 2 പേരാണ്. യെസ്, നോക്കിയേ, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ സെക്രട്ടറിയും ട്രഷററും ആയിട്ടുള്ള ആളെന്നാണ്. നേരെ മറിച്ച് ഇത് 2 പേരാകണമെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് അറിയാമോ? ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരായി. ഇത് സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ ഒരാളാണ്. സെക്രട്ടറിക്ക് തന്നെയാണ് ട്രഷറർ.
അത് നമ്മൾ ശ്രദ്ധിക്കണം. ദ സെക്രട്ടറി ആൻഡ് ദിസ് ട്രഷറർ എന്ന് പറയുമ്പോൾ രണ്ടുപേരാണ്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വരുമ്പോൾ രണ്ടാളായി. നമ്മൾ പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ സംതിങ്. എന്തെങ്കിലും ഒരു സംഗതി അത് എടുത്തു പറയുന്നു. ആ ഖജാൻജി ഈ സെക്രട്ടറി കണ്ടാ, ആ ഖജാൻജി ആ സെക്രട്ടറി, അപ്പൊ രണ്ടുപേരായി. ഓക്കെ. അല്ലാതെ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ രണ്ടും ഒരാളാണ്. അപ്പൊ അവിടെ എന്താ പറയുക, ഈസ്. അപ്പൊ നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ രീതിയിലും കൂടി നമുക്ക് എഴുതാം. അടുത്ത സെന്റൻസിൽ സാർ ഒരു കാര്യം ചോദിക്കട്ടെ. ആ പറയാം. അന്നേരം ഇതിനകത്ത് ദിസ് വരുമ്പോ ദിസ് സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്ന് വരുമ്പോഴല്ലേ ഈസ് എന്ന് വരുന്നത്. അപ്പൊ ആറെന്ന് പറയുമ്പോ ദ സെക്രട്ടറി ദ ട്രഷറർ എന്ന് വരുമ്പോഴാണോ? അതെ അതെ, അതാണ് നമ്മൾ അടുത്ത എഴുതാൻ പോകുന്നത്. യെസ്, ഓക്കെ ഓക്കെ. ദിസ് സെക്രട്ടറി and the treasurer, the secretary and the treasurer of the committee dash present PRECNT dash present here, HER here. Okay. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. ഓക്കെ. ഷമീമ, യെസ്. ഇത് പറയേണ്ട കാര്യമില്ല. അനുവിധ, കാരണം എന്താണ്, ഇതിനകത്ത് എന്ത് വരും നമുക്ക് എന്തായാലും ചോദിക്കാം. സനീഷ, ഇതിനകത്ത് എന്ത് വരും ആൻസർ? ഈസ് അല്ലേ? വെരി ഗുഡ്. ഞാൻ ഈസ് അല്ലേ എന്ന് പറഞ്ഞ വിചാരിച്ചേ. ഈസ് പറയും വിചാരിച്ചത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദിവ്യ. ഹലോ സാർ. ഓക്കെ, ഹലോ. ഈസ് ആണോ ആറാണോ? ആറാ വരിക സാർ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുതരാം. നിങ്ങൾ ആലോചിക്കും. ഇരിക്കും. മൈ അങ്കിൾ and guardian, GUARDIAN, guardian. സാർ ഒന്നുകൂടി പറയോ? ഓക്കെ ഓക്കെ ഓക്കെ. മൈ അങ്കിൾ ആൻഡ് guardian, GUARDIAN, guardian dash come to the school, come to the school. Okay, അവിടെ നിൽക്കട്ടെ. അബിന ഷജീർ. അബിന, ഓക്കെ. അബിനോട് രണ്ട് ചോദ്യമുണ്ട്. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാസ് കോമ ഹാവ്. ഹാസ് ഉണ്ട്, ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലും അറിയാവുന്ന തന്നെ. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഓക്കെ, പൂരിപ്പിച്ചു. അഭിനന്ദ പറഞ്ഞേ. സൈലനീസ് ഹാവ്, രഞ്ജിത ഹാസ്, സുമി ഹാസ്, നീതു ഹാസ്. ഓക്കെ 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 ഓക്കെ. രേഖ ഹാസ്, ജോഷ് ഹാവ്. ഓക്കെ ഓക്കെ ഓക്കെ. ഷിമീന ഹാവ്. മൊത്തത്തിൽ ഇപ്പോ രണ്ട് അഭിപ്രായങ്ങളാണ്. യെസ്, ഓക്കെ. ആതിര, ഓക്കെ. നിഷ, ഓക്കെ 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 ഓക്കെ. യെസ്, നമുക്ക് വിഷയത്തോട്ട് വരാം. ഓക്കെ, നമുക്ക് ഒരാളെ കൂടി നമുക്ക് വിളിക്കാം. പിന്നെ വിളിച്ച സ്ഥിതിക്ക് രാജി സന്തോഷ്. രാജി, എന്ത് വേണം നമുക്ക്? ഹാസ് വേണോ ഹാവ് വേണോ? രാജി അഭിപ്രായം ഹാസ് മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഐ അഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ. നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ചു പേര് ഹാവ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൈ അങ്കിൾ, എന്റെ അങ്കിളും പിന്നെ ഗാർഡിയനും
എങ്ങോട്ട് വരുന്നുണ്ട്? സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ 2 പേരുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഈ ഗാർഡിയൻ തന്നെ അങ്കിൾ തന്നെയാണ് ഗാർഡിയൻ. അങ്കിളും ഗാർഡിയനും രണ്ടും ഒരാള് തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ മനസ്സിലായത് വിചാരിക്കും. ഇത് 2 ആയിരിക്കണമെങ്കിൽ എങ്ങനെ എഴുതണമെന്ന് അറിയാമോ? മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് വരുമ്പോ 2 പേര്. നേരെ മറിച്ച് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഗാർഡിയൻ തന്നെയാണ് അങ്കിൾ, അങ്കിൾ തന്നെയാണ് ഗാർഡിയൻ. 2 പേരും എന്താണ്? ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ വരുള്ളൂ? ഹാസ് ആണ്. ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാവ് വല്ലതും കൂടെ നമുക്കൊന്ന് എഴുതിയിടാം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അവിടെ കം എന്നുള്ള കംസ് എന്ന് വേണ്ടേ സിംഗുലർ ആകുമ്പോ? ഇല്ല, അതവിടെ വേറെ പ്രത്യേകത. അതിവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കം നമുക്ക് എക്സാമ്പിൾ പറയാം. ഞാൻ ഇങ്ങോട്ട് പറയാം. ഓക്കെ രസിമ, അതായത് പ്രസന്റ് ടെൻസ് കട്ട്, പാസ്റ്റ് ടെൻസ് കട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടുന്നുണ്ട്. കട്ട് കട്ട് കട്ട്, 3 കട്ടാണ്. ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയുന്നു. ഐ കട്ട് ദ വെജിറ്റബിൾസ് യെസ്റ്റർഡേ. സെന്റൻസ് ഐ കട്ട് ദ വെജിറ്റബിൾസ് യെസ്റ്റർഡേ. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കട്ട് പ്രസന്റ് ടെൻസിലെ കട്ടാണ്, പാസ്റ്റ് ടെൻസിലെ കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടാണ്? പാസ്റ്റ്. കറക്റ്റ് ആൻസർ. എങ്ങനെ മനസ്സിലായത്? യെസ്റ്റർഡേ എന്ന് യൂസ് ചെയ്തോണ്ട് സാധനം കിടപ്പുണ്ട്. അതുപോലെ ഒരു സംഗതി ഇതിനകത്ത് കിടപ്പുണ്ട്. രാശ്മിനൊക്കെ എന്നെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കി. ഒരു സംഗതി ഇതിനകത്ത് കിടപ്പുണ്ട്. കിടപ്പുണ്ട് കേട്ടോ. ഈ ഹാസോ ഹാവോ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. കം, കെയും, കം. ഓക്കെ, നേരെ മറിച്ച് ഞാൻ ഇന്ന് കം പ്രസന്റ് ടെൻസിലെ കം ആണെങ്കിൽ അവിടെ ഹാസ് അവിടെ ഇല്ലാന്ന് വിചാരിക്കും. വെറുതെ കം എന്ന് മാത്രമാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഹാസ് വന്നു കഴിഞ്ഞപ്പോ അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലോട്ട് പോയി. ഓക്കെ, പോയിന്റ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും എന്തോ അവിടെ കിടക്കുന്നുണ്ട് മനസ്സിലായി. അപ്പൊ നമുക്ക് വെർബ് സിസ്റ്റം സ്ഥാനം പഠിക്കാനുണ്ട്. അവിടെ വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഐ അപ്രീഷിയേറ്റ് യു. അത് വളരെ കൃത്യമായിട്ട് ചോദിച്ചത് ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓക്കെ, ഇവിടെ ഒരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. ഇപ്പൊ രാശ്മിന് തോന്നിയ സംശയം ഒരുപക്ഷെ വേറെ ആൾക്ക് മനസ്സിൽ തോന്നിയിട്ട് ഞാനായിട്ട് ഇനി സാറിന് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്കത് ആദ്യമേ തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഹാവ് പറഞ്ഞത്. വരവ് നോക്കി. യെസ്, എനിക്കത് അപ്പോഴേ തോന്നി അല്ലേ അഭിന? യെസ്. നോക്ക്, നമുക്ക് ഒരു വെർബിന് 3 ടെൻസ് ഉണ്ട്. ഗോ, വെന്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൻ, ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. അതുപോലെ കം, കെയും, കം. കം പ്രസന്റ് ടെൻസ് ആണ്, കെയും പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കം തന്നെയാണ്. അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കം പാസ്റ്റ് പാർട്ടിസിപ്പിളിലെ കമ്മാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആണ്. ഒരു സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, പിന്നെ വെർബ് ഉണ്ടാവും. ആ വെർബിന്റെ 3ാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതുണ്ടാവും. ആ സാധനമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കം എന്നിട്ട് വരാൻ കാരണം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ സംശയം തോന്നിയതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സംശയം എപ്പോഴും തോന്നണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് തോന്നുള്ളൂ? സംശയം ഉണ്ടാവുള്ളൂ. യെസ്. ഓക്കെ, പണ്ടേ ആൽബർട്ട് ഐൻസ്റ്റീൻ ടീച്ചറോട് കുറെ സംശയങ്ങൾ ചോദിച്ചു. ആ കഥകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയുന്നത്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്നാണ് ആ യുദ്ധം നടന്നതെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് ചെറിയ വിദ്യാർത്ഥിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ടെസ്റ്റിനുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു. ടീച്ചർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ടെസ്റ്റിനുണ്ട് ടീച്ചർ എന്ന്. വീണ്ടും അടുത്തൊരു ചോദ്യം ഹിസ്റ്ററി ചോദിച്ചു. അപ്പോഴും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, സാറേ ടീച്ചർ അതിന്റെ ഉത്തരം ടെസ്റ്റിനുണ്ട്. എന്നിട്ട് പുള്ളി ടീച്ചറെ പഠിപ്പിക്കണം. ഇതൊക്കെ എന്തിനാണ് ടീച്ചറെ കാണാതെ പഠിക്കുന്നത്? ഇത് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ടെസ്റ്റ് നോക്കിയാൽ പോരെ. എന്തുകൊണ്ടാണ് ആ വർഷം ആ യുദ്ധം നടന്നത്? അതിന്റെ തലേ വർഷം ആ യുദ്ധം നടക്കാതിരുന്നത് എന്തുകൊണ്ട്? അതിന്റെ പിറ്റേ വർഷം ആ യുദ്ധം നടക്കാതിരുന്നത് എന്തുകൊണ്ട്?
ആ യുദ്ധത്തിൽ 150 പേര് കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് അത് 149 ആയില്ല? എന്തുകൊണ്ട് 151 ആയി? ടീച്ചർ അത് പഠിപ്പിക്കും. അപ്പൊ ടീച്ചർക്ക് ഇഷ്ടപ്പെടും. സംശയം ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് ടീച്ചർക്ക് എന്തായിരിക്കും പൊതുവെ? നീ മണ്ടനാണ്, നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞു. യെസ്. അപ്പോ നിങ്ങളും എപ്പോഴും അധ്യാപികമാരായിട്ട് എപ്പോഴേക്കും സംശയം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ എപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് എപ്പോഴും വേണം. കാരണം അവന്റെ മനസ്സിൽ ആ സംശയം ഉണ്ടായില്ലേ, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഈയൊരു അവിടെ എന്നുള്ളതല്ല, മകനെ മകളെ എന്ന് പറഞ്ഞിട്ട് അതങ്ങാട് അവന്റെ അവിടെ അപ്രീഷിയേറ്റ് സംശയത്തിന് നമ്മൾ മൈൻഡ് ചെയ്യും. അപ്പൊ അവന് വീണ്ടും സംശയം ചോദിക്കാൻ തോന്നും, വീണ്ടും സംശയം ചോദിക്കും. അങ്ങനെയുള്ളൊരു ചിലപ്പോ നമ്മുടെ മുന്നിലിരിക്കുന്ന പയ്യൻ, ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പയ്യൻ ഭാവിയിലെ ഒരു മരിയ മോണ്ടിസോറി ആയിരിക്കാം. ആ പെൺകുട്ടി ഒരുപക്ഷെ ഭാവിയിലെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനോ ഐസക് ന്യൂട്ടൺ ആയിരിക്കാം. അപ്പോ അതിനെ വളർത്തിയെടുത്ത ക്രെഡിറ്റ് അത് നിങ്ങൾക്ക് ഇരിക്കാനുള്ളതാണ്. പിന്നെ അവൻ പ്രശസ്തനാകുമ്പോൾ പറയണം, പണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന നവ്യ ടീച്ചർ, ഓക്കെ സഫീദ, എന്നെ പഠിപ്പിച്ചിരുന്ന അഖില ടീച്ചർ, ആ ടീച്ചറാണ് എന്നിലെ എന്നെ കണ്ടെത്തിയത് എന്ന് പറയണം. 1 കോടി രൂപ കിട്ടിയാലും ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നിങ്ങളെ ഈ അടുത്ത ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അതായത് ഒരു ദിവസം കുട്ടി നേഴ്സറി സ്കൂളിൽ പോയില്ല, അംഗൻവാടി പോയില്ല. പക്ഷെ പനിയായിരുന്നു. പക്ഷെ അവൻ വീട്ടിലേക്ക് ഇടുന്നത് ഭയങ്കര ഒച്ചയാണ്. എനിക്ക് ടീച്ചറിനെ കാണണം എന്ന് പറഞ്ഞത് നോക്കി. എന്നിട്ട് പനിയായിട്ടും ആ മാതാപിതാക്കന്മാർ ഒരു പ്രാവശ്യം നേഴ്സറിയിൽ കൊണ്ടുവന്ന് ടീച്ചറിനെ കാണിച്ചിട്ട് തിരിച്ചു പോയി. എനിക്ക് നേഴ്സറിയിലോട്ട് പോകണ്ട എന്നല്ല, എനിക്ക് ടീച്ചറിനെ കാണണം, എനിക്ക് ടീച്ചറിനെ കണ്ടേ തീരൂ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ മനസ്സിലോട്ട് നമ്മൾ കയറി പറയും. യെസ്, അവിടെയാണ് ആരിയിരിക്കുന്നത്? നല്ല ഒരു ടീച്ചർ ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യത്തില് ഈ കൺവെൻഷൻ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ പോകരുത്. എപ്പോഴും നിങ്ങളുടെ ചിന്തകള് വേറിട്ട് പോകണം. നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റ ട്രാക്കില് വേറിട്ട് ചിന്തിക്കണം. ആതിര ബിബിൻ, ആതിര വിടുന്നില്ല. ആതിര ബിബിൻ മൈക്കോളാക്കൂ. ഓക്കെ, ആതിരത്തോട് ഓക്കെ കേൾക്കാമോ? ആതിര കേക്കാം സാർ. ഓക്കെ ഓക്കെ. ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ ആതിര, പുറത്ത് നല്ല മഴയായിരിക്കും അല്ലേ? അല്ലല്ല, ഇവിടെ ചൂടാ സാർ. ഇവിടെ ചൂടാ. ഞാൻ പഞ്ചാബിലാ. പഞ്ചാബിലാ? യെസ്, യു ആർ അറ്റൻഡിങ് ദിസ് ക്ലാസ് ഫ്രം പഞ്ചാബ്? അതെ സാർ. യെസ്. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും അറിയാൻ പോയത് ഈ ക്ലാസ്സിൽ? ആർക്കും അറിയില്ലായിരുന്നു അല്ലേ? യെസ്, നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് പറയാം, മൈ നെയിം ഈസ് ആതിര ബിബിൻ, ഐ ആം കമ്മിങ് ഫ്രം, പറയും ഐ സ്റ്റഡീഡ് മൈ കോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം വരും. അപ്പോൾ നമുക്ക് എല്ലാവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് റെഡി ആവട്ടെ, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ആതിര ബിബിൻ, ഞാൻ ആതിര ബിബിനോട് ചോദ്യം ചോദിക്കാം. ഓക്കെ, ഒരു കൊച്ചുകുട്ടി, അവൻ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് ഒരു ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ പ്ലേറ്റില്, മുമ്പിലിരിക്കുന്ന പ്ലേറ്റിൽ 3 ആപ്പിൾ കൂടി ഇരിക്കുന്നു. സിറ്റുവേഷൻ മനസ്സിലാക്കും. ഓരോ തിന്നുകൊണ്ടിരിക്കുന്നു, 3 ആപ്പിൾ പ്ലേറ്റിൽ കയറിയിരിക്കുന്നു. 3 കുടിക്കാത്ത ആപ്പിളാണ്. അപ്പോ അവന്റെ അമ്മ യാദൃശ്ചികമായിട്ട് അതിനെ വരുന്നു. ആ ആപ്പിൾ കൊടുത്തത് അവന്റെ ആന്റിയോ അമ്മൂയോ ആരോടെങ്കിലും വിചാരിച്ചിട്ട്. അപ്പോ ഈ അമ്മ മകനോട് പറയും, ചെറിയ കുട്ടിയാണ്, പറയുന്നു, തക്കടുവാവി ഒരാപ്പിൾ തിന്നുകയാണോ, അമ്മയ്ക്കറിയണം എന്താ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ പയ്യൻ എന്ത് ചെയ്തു? 3 ആപ്പിളും എടുത്തിട്ട് അടിച്ചു വെച്ചു. അതിനാണ് വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? 3 ആപ്പിളും എടുത്ത് കടിച്ചു വെച്ചത് 3 എനിക്കാന്നുള്ളത്, അമ്മയ്ക്കുള്ളതല്ല, എനിക്ക് തന്നതാന്ന്. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജോൺ ടി വിൽസൺ, ജോബിയുടെ അഭിപ്രായം എന്താണ്? Sir, hello. ജോബിയുടെ അഭിപ്രായം എന്താണ്?
സാർ ഒന്നും കൂടെ പറയാമോ? ഇവിടെ ഭയങ്കര കാറ്റായിരുന്നേ. യെസ് 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 ഓക്കെ 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 ഓക്കെ. അതായത് 3 ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗ്ലോപ്പിയുടെ മകൻ, ചെറിയ കുട്ടി. അതിൽ നിന്ന് അമ്മയ്ക്ക് ഇതായെന്ന് പറഞ്ഞപ്പോൾ അവനെടുത്ത് കടിച്ചു വെച്ചു. അതിൽ നിന്ന് ഗ്ലോപ്പ് എന്ന് മനസ്സിലാക്കുന്നു. അവനത് ഫുള്ള് വേണമെന്ന്. അതല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ അപ്പൊ ഇവിടെ നമ്മുടെ കഥയിലെ നായികയായിട്ടുള്ള അമ്മയാണെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പോകുന്ന ഒറ്റ റൂട്ടിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് പറയണം, അമ്മേ ഇതിനാണ് മധുരം കൂടുതൽ, ഇതെടുത്തു. അവിടെയാണ് എന്റെ ടെസ്റ്റ്. അപ്പൊ അവൻ കടിച്ചത് ഏറ്റവും മധുരമുള്ളത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ എൻ്റയർലി ഡിഫറൻസ്, നമ്മൾ അങ്ങനെ അങ്ങനെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെയല്ല, വേറൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചു, ഇതിൽ ഏതെങ്കിലും പുഴുണ്ടോ നോക്കാനായിരിക്കും കഴിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതായത് നിങ്ങൾ കേട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മിസ്അണ്ടർസ്റ്റുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇതുണ്ടായ സംഭവമുണ്ട്. ഇതുണ്ടായ സംഭവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ മോണ്ടിസോറിയുടെ മീറ്റിംഗ് കോൺവെക്കേഷൻ സെറിമണി നടന്ന് അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കഥയാണ്. എന്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെ ആവരുത് എന്ന് പറഞ്ഞു, നിങ്ങളൊരു ടീച്ചർ ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞൊരു കഥയാണ്. അപ്പൊ കഥ ഇതായിരുന്നു. അതിൽ ഞാനിപ്പോൾ നിങ്ങളോടും പറയുന്നു. യെസ്, ഇനി നമ്മൾ തമ്മിൽ ചിലപ്പോൾ കാണണമെങ്കിൽ 1 വർഷം കഴിയണ്ടേ. നിങ്ങളിവിടെ വല്ല കോൺവെക്കേഷൻ സെറിമണിക്കോ അല്ലെങ്കിൽ വല്ല ടീച്ചിങ് എയ്ഡ്സ് പരിചയപ്പെടുത്താനോ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ വിഷയം കൊണ്ടുവരാം. ഒരു സ്കൂളില് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് പറയുകയാണ്, നാളെ വരുമ്പോൾ എല്ലാവരും കളർ ചെയ്ത് കൊണ്ടുവരാൻ. എന്നിട്ട് ഒരു ഫോട്ടോയുടെ ഒരു ഔട്ട്ലൈൻ അതെല്ലാ കുട്ടികൾക്കും കൊടുത്തു. ഇത് കളർ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സാണ്. ആ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കളർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ഓരോ കുട്ടികളുടെയും വാങ്ങിച്ചിട്ട് നോക്കി, അടിപൊളി, വെരി ഗുഡ് വെരി ഗുഡ്, 2 സ്റ്റാർ 5 സ്റ്റാർ, ഇതിങ്ങനെ ടീച്ചർ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ 49 കുട്ടികൾ വരച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് വരച്ചു. ഒരു കുട്ടി മാത്രം തോന്നിയ പോലെയാണ് വരച്ചേക്കുന്നത്. അവന്റെ പുറത്ത് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ടീച്ചർക്ക് ദേഷ്യം അത് സഹിക്കാൻ പറ്റിയില്ല. ടീച്ചർ എന്ത് ചെയ്തു? അവിടെ കുറച്ച് ഇത് പറഞ്ഞു, എടാ ഇത്രയും കുട്ടികൾ വളരെ മനോഹരമായിട്ട് വരച്ചപ്പോ നീ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവനെ കുറച്ച് ഇത് പറഞ്ഞു, വഴക്ക് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ടീച്ചറിന്റെ കരി അടങ്ങിയില്ല. ടീച്ചർ എന്ത് ചെയ്തു? അവനെയും ആ വരച്ച കടലാസോടെ നേരെ HMന്റെ അടുത്തേക്ക് പോയി. ആ HM ആണെങ്കിൽ അതിലും വലിയൊരു സംഗതിയാണ്. ആ മാഡം എന്ത് ചെയ്തു? പിറ്റേ ദിവസം അസംബ്ലി നടന്നപ്പോ ഈ കുട്ടി വരച്ച കടലാസ് പൊക്കി കാണിച്ചു. ഇത് കണ്ട, നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി വരച്ചതാണിത്. ഇത് വരച്ചേക്കണം നോക്കി. ബാക്കിയുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് വരച്ചു. ഇപ്പം ഈ കുട്ടി മാത്രം ഇങ്ങനെ വരച്ചു. എന്നിട്ട് അവന് ഒന്നുകൂടി തറടിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്നറിയാം? ഈ 49 കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കന്മാർ കളർ ചെയ്ത് കൊടുത്താണ്. ഈ ഒരു കുട്ടി മാത്രമേ അമ്മ കളർ ചെയ്തു. ഇത് മനസ്സിലാക്കാൻ ടീച്ചർക്ക് പറ്റിയില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ഒറ്റ ട്രാക്കിലൂടെ ചിന്തിക്കരുത്. നമ്മുടെ ചിന്തകൾ, നിങ്ങൾ ടീച്ചർ ആവുന്നവരാണ്, നിങ്ങളുടെ ചിന്തകൾ എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. എപ്പോഴും വേറിട്ട വഴികളിലൂടെ ഇങ്ങനെ പോകണം. മനസ്സുകൊണ്ട് ആക്ച്വലി പോയില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും പോകണം. എന്തുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ വരച്ചത് എന്ന് കണ്ടെത്താനായിട്ട് HMന് പറ്റിയില്ല. യഥാർത്ഥത്തില് ആ കുട്ടിയുടെ മോശമായിട്ട് വരച്ച കുട്ടിയുടെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അച്ഛന്റെ അടുത്താണ് കൊണ്ടുപോയി ചെന്ന് കൊടുത്തത്. അച്ഛൻ എനിക്കൊന്ന് കളർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ആ അച്ഛൻ അധ്യാപകനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ സ്വന്തമായിട്ട് ചെയ്യും, ഞാനല്ല ചെയ്തു തരുന്നത്. ബാക്കിയുള്ള മാതാപിതാക്കന്മാരത് ചിലപ്പോൾ അവരെ ചെയ്തു കൊടുത്തു. അപ്പൊ ഇവിടെ A+ കൊടുക്കേണ്ടത് ആർക്കാണ്? റസ്മിന. ആ കുട്ടിക്കാണ്. അത് കണ്ടെത്തുന്നിടത്താണ് ഒരു ടീച്ചറിന് വിജയിക്കുന്നത്. എന്റെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി തിങ്ക് ചെയ്യാൻ നമ്മൾ പഠിക്കുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മനസ്സിലായില്ലേ?
ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ കുട്ടികളോട് സമീപിക്കുമ്പോഴും. അത് എന്റെ ഡിഫറൻസ്. നമ്മള് ചില കാര്യങ്ങൾ ഇനി ഇവനല്ല കുറ്റക്കാരെന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചു നോക്കുക, പറഞ്ഞു നോക്കുക. എല്ലാവർക്കും ഉണ്ടാവില്ലേ കുറെ കാരണങ്ങൾ പറയും. നമ്മളെപ്പോഴും നമ്മുടെ പക്ഷത്ത് നിങ്ങൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ അതിനോട് എതിർത്ത് പറയും. പിന്നെ നിങ്ങൾ ഒറ്റക്കായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇനി എന്റെ പക്ഷത്താണോ കുറ്റം? ഞാൻ ചിലപ്പോൾ എന്റെ വിശ്വസ്തരാകുന്നതിന്റെ പേരോട് ചോദിക്കട്ടെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇനി എന്റെ പക്ഷത്ത് ഇത്രയും കേട്ടതിൽ എന്റെ പക്ഷത്ത് എന്തെങ്കിലും പാട്ടോളൂ എന്ന് തോന്നുന്നെങ്കിൽ പറയും. ചിലപ്പോ എന്റെ പക്ഷത്ത് പാട്ടോട് അപ്പോ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആത്മപരിശോധന കൂടി നടത്തണം. ഓക്കെ, അപ്പോ ഇത് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏതാണ്? മയൻഗ്ലാൻഡ് ഗാർഡിയനാണ്. അടമയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോ സമയമായി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. യെസ്, അപ്പോ നമ്മൾ പറഞ്ഞത് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ അവിടെ വരുന്നത് സിംഗുലർ ആണ്. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ വരുമ്പോഴാണ് ആറ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഒരുപടിയായി ഞാൻ സൈൻ ഓഫ് ഉണ്ടാവും. സൈൻ ഓഫ് പറയൂ. ഒരു കാര്യം ചോദിക്കാനായിരുന്നേ. അശ്വതി മാം എന്താ അസൈൻമെന്റ് തന്നായിരുന്നേ. അന്നേരം എന്തോ അത് സബ്മിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അന്നേരം നമ്മൾ അസൈൻമെന്റിന്റെ താഴെ അശ്വതി മാമിന്റെ പേര് വെച്ചിട്ടുണ്ട്. ഒരു ബുക്കിലായി അസൈൻമെന്റ് എല്ലാം ചെയ്യുന്നത്. അന്നേരം അതിന്റെ താഴെ നമ്മുടെ പേര്, കാരണം ഇമെയിൽ ഐ ഡി ഹസ്ബൻഡിന്റെ നെയിം ആയതുകൊണ്ട് എന്റെ നെയിം, അന്നേരം അസൈൻമെന്റിന്റെ താഴെ നെയിം എഴുതണം, എന്റെ നെയിം. അതെല്ലാവരോടായിട്ട് പറഞ്ഞതല്ലേ? സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്റെ ബിനുകുമാർ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്, എന്റെ സുജിഷ. അതെ, ആ കാര്യം മറ്റേ ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. അശ്വതി ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുമ്പോഴേ അത് ടീച്ചറിന്റെ ഓക്കെ ടീച്ചറിന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇനി അതർ ഡൗട്ട്? ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഒക്കെ നമുക്ക് പരിഹരിക്കാം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോ ഇങ്ങനത്തെ വർക്ക് തരായിരുന്നെങ്കിലേ ഞങ്ങൾക്കൊന്നും കൂടി. ഇപ്പൊ സാർ പറഞ്ഞില്ലേ ഈ ഹാർട്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരായിരുന്നെങ്കിലേ ഞങ്ങൾക്കത് അത്ര അത് പഠിക്കണ്ടേ? ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾ എല്ലാവരും പാസ്സാവും. ഞാനല്ലോ ഉള്ളത്, പിന്നെ പഠിക്കുന്നത്. നമ്മുടെ പഴയ കുട്ടികൾ പറഞ്ഞ പോലെ അവരും ഇങ്ങനെ ഞെട്ടിയൊക്കെ വരച്ചിരിക്കുകയാണ്. ലാസ്റ്റ് അവര് 98 100 മേടിച്ച് കഴിയുമ്പോൾ അവര് തന്നെ വിളിച്ചു എന്ത് പറഞ്ഞു? സാറേ 98 100 എന്ന് പറഞ്ഞു പാസ്സാവും. ഓക്കെ, നിങ്ങളൊക്കെ നല്ല നല്ല പിള്ളേരല്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാവും. ഓക്കെ, അപ്പൊ ക്ലോസ് ചെയ്തോട്ടെ. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. അപ്പൊ സുൽവി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക് യു സർ. ഹലോ, കേൾക്കാമോ? ഹലോ, പോയോ എല്ലാവരും? ഇല്ല, പറഞ്ഞോ. അന്നേരം പ്രിപ്പയർഡ് ബൈ ജോസിന്ന് വെച്ചാൽ മതിയോ അതിനകത്ത്? അസൈൻമെന്റിനകത്ത് അതിനകത്ത് പേര് അത് എന്താ പറയുന്നത്, റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ പേര് എഴുതിയിടാം. അന്നേരം നമ്മൾ അത് റിമൂവ് ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് പേജ് ഞാനൊന്ന് അയച്ചു തരാം. ഞാൻ അയച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ സബ്മിറ്റഡ് ടു ഏത് ടീച്ചറാന്ന് വെച്ചാൽ ആളുടെ പേര്, സബ്മിറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് വെക്കുക. ഞാനൊക്കെ അങ്ങനെ ചെയ്തത്. അസൈൻമെന്റ് എന്നുള്ളതിന്റെ അതൊന്ന് എനിക്ക് ഇട്ട് തരണേ ഒന്ന് ഗ്രൂപ്പില്. സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് എടുത്തൂടെ? എങ്ങനെ ഹസ്ബൻഡിന്റെ പേരുള്ളവർക്കൊക്കെ ഇനിയും കൂടുതൽ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ?